പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് കുറേ നാളുകളായി തോന്നുന്നു നമ്മൾ പരസ്പരം കണ്ടിട്ട്. ഏതായാലും വിശുദ്ധ ഖുർആനിൻ്റെ പഠനം മനോഹരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്ന വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങളെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, മണ്ണിനെക്കുറിച്ച്, കൃഷിയെക്കുറിച്ച്, ഇങ്ങനെ പലതരം ഉദാഹരണങ്ങളിലൂടെ നമ്മളെ തന്നെ ചിന്തിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഖുർആനിലെ നിരവധി ഉദാഹരണങ്ങളെ നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി വളരെ കുറച്ചുകൂടി ഉദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതിമനോഹരമായ ഒരു ഉദാഹരണമാണ്. يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. നന്നായി അറിഞ്ഞുകൊള്ളുക, ഈ ഐഹിക ജീവിതം കേവലം കളിയും തമാശയും പുറംപകിട്ടും നിങ്ങൾ തമ്മിലുള്ള പൊങ്ങച്ചം പറച്ചിലും സമ്പത്തിലും സന്തതികളിലും നിങ്ങളുടെ പരസ്പരം മികച്ചു നിൽക്കാനുള്ള മത്സരവുമല്ലാതെ മറ്റൊന്നുമല്ല. ഇതിൻ്റെ ഉദാഹരണം ഇപ്രകാരമാകുന്നു. ഒരു മഴ പെയ്തു. അതിനാൽ ഉണ്ടാകുന്ന സസ്യങ്ങൾ കണ്ട് കർഷകർ സന്തുഷ്ടരായി. അവർ വല്ലാതെ അത്ഭുതപ്പെട്ടു. പിന്നെ ആ വിള ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ അത് മഞ്ഞളിക്കുന്നതായിട്ട് നിനക്ക് കാണാം. പിന്നീട് അത് വൈക്കോലായി തീരുന്നു. മറിച്ച് പരലോകത്താകട്ടെ കഠിനമായ ശിക്ഷയുണ്ട്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമുക്തിയുണ്ട്. അവൻ്റെ സംതൃപ്തിയുമുണ്ട്. ഐഹിക ജീവിതമോ ഒരു ചതിക്കുഴിയല്ലാതെ, അല്ലെങ്കിൽ ചതിയിലൂടെയുള്ള ഒരു ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് എത്രമാത്രം നിസ്സാരമാണ് ഈ ഇഹലോക ജീവിതം എന്ന് നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. ഇതിൽ പല വേർഡ്സ് നിങ്ങൾക്ക് പരിചിതമായിരിക്കും അല്ലേ? ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞാൽ ഇഹലോക ജീവിതം. ലമു, നിങ്ങൾ അറിയുക. ഇത് അള്ളാഹുവിൻ്റെ അതിമനോഹരമായ ഒരു പ്രയോഗമാണ്. നിങ്ങൾ അറിയൂ, നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ ചിന്തിക്കൂ. ലമു, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇത് ചില സമയത്ത് നമ്മളോട് പറയുന്ന ഒരു താക്കീതാണ്. ചില സമയത്ത് നമ്മളോട് സ്നേഹത്തോടു കൂടി റബ്ബ് പറയാണ്, നിങ്ങൾ അറിയൂ, മനസ്സിലാക്കൂ. ചില സമയത്ത് ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങൾ വെറുതെ ചതിക്കുഴിയിൽ വീണു പോകരുത്. നിങ്ങൾ സത്യമല്ലാത്ത ഒരു വലിയൊരു മിഥ്യാധാരണ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ച് നിങ്ങൾ കുഴിയിൽപ്പെട്ടു പോകരുത്, കുഴിയിൽ വീണു പോകരുത്. നിങ്ങൾ തെറ്റിൽ വീണു പോകരുത്, തെറ്റായ ധാരണയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ, അറിയൂ. എന്താണ് അള്ളാഹ് പറയുകയാണ്, ഈ ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊരു കളിയും തമാശയും നിങ്ങൾ പരസ്പരമുള്ള പൊങ്ങച്ചം പറച്ചിലുകളും. എനിക്ക് അത്ര വലിയ കാറുണ്ട്, ഇത്ര വലിയ ബംഗ്ലാവുണ്ട്, ഇത്ര സമ്പത്തുണ്ട്, ഇത്ര സന്താനങ്ങളുണ്ട്, ഇന്ന ബിൽഡിംഗ് ഉണ്ട് അല്ലേ? അല്ലെങ്കിലോ ഇങ്ങനെ പൊങ്ങച്ചം പറയലോ, അല്ലെങ്കിൽ തക്കാസുറുൻ, കസീർ തന്നെ എന്താണ് അർത്ഥം? ധാരാളം. തക്കാസുറുൻ ഫിൽ അംവാല്, ധനത്തിലും വൽ ഔലാദ്, സമ്പത്തിലും സന്താനത്തിലും ഇങ്ങനെ പരസ്പരം മത്സരിക്കുകയാണ്. അധികരിപ്പിക്കാൻ വേണ്ടി, അത് അധികമാക്കുവാൻ വേണ്ടിയുള്ള മത്സരമല്ലാതെ വേറെന്താണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. എന്നിട്ട് റബ്ബ് പറയാണ്, ഇതിന് നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഇതൊരു മഴ പെയ്യുന്ന സമയത്ത് അതിൽ ആ മഴയിൽ ഒന്നാമതായിട്ട് ഒരു വിത്ത് എന്ത് ചെയ്യുന്നു? മുളച്ചു മുകളിലേക്ക് വരുന്നു. അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഒരു കർഷകൻ വിത്തിട്ടിട്ടുണ്ട്, മുമ്പേ വിത്തിട്ടിട്ടുണ്ട്, വെള്ളമൊഴിക്കുന്നുണ്ട്. മഴയൊക്കെ കിട്ടിയ സമയത്ത് അതങ്ങനെ തളിർത്ത് അതൊരു ചെടിയായിട്ട്, അല്ലെങ്കിൽ കൃഷി ഇങ്ങനെ മുളച്ചു വരുന്നു. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൃഷിക്കാരൻ എന്ത് ചെയ്യും? വല്ലാത്ത സന്തോഷം ഉണ്ടാകും. വിത്തിട്ട് വെള്ളമൊഴിച്ച് വളമിട്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ അത് മുളച്ചു പൊങ്ങി വരുമ്പോൾ നിങ്ങൾക്കായാലും സന്തോഷം ഉണ്ടാകും അല്ലേ? നിങ്ങളൊരു കുഞ്ഞു കമ്പ്, റോസാ കമ്പ് നട്ട് എന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കുഞ്ഞു വിത്ത്, ഒരു മാമ്പഴത്തിൻ്റെ ഒരു മാങ്ങയുടെ വിത്ത് നമ്മൾ നട്ടു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഒരു ചക്ക, എന്തുമാവട്ടെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടിൻ്റെ വിത്ത് നമ്മൾ നടുകയും അതിനെ വെള്ളമൊഴിക്കുകയും വളമിടുകയും ചെയ്തു.
സ്വാഭാവികമായിട്ടൊരു ദിവസം നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കുണ്ട് അതിങ്ങനെ വിത്തിങ്ങനെ മുളയായിട്ട് ഒരു ചെടിയായിട്ടും എല്ലാം ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇങ്ങനെ ഒരു കർഷകൻ എന്ത് ചെയ്തു, മഴ പെയ്തു. മഴ പെയ്യുന്ന സമയത്ത് കൃഷി ഇങ്ങനെ മുളച്ചു വന്നു. അപ്പോൾ അജബ, അവന് വല്ലാത്തൊരു സന്തോഷമുണ്ടായി ഇത് കണ്ടപ്പോഴേ. പിന്നീട് എന്ത് ചെയ്തു, ഇതിങ്ങനെ വളർന്നു വലുതായി. പിന്നീടത് കായ്ക്കുകയും പൂക്കുകയും ചെയ്തു. പിന്നീട് അതെന്ത് ചെയ്തു, സുമയുഹീജു, പിന്നീട് അത് ഉണങ്ങിപ്പോയി. സ്വാഭാവികമായിട്ടും ആ മരം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ കൃഷി, ഇപ്പം നെൽകൃഷിയാണെങ്കിൽ നമുക്ക് പച്ച കളറുള്ള പാടവും മഞ്ഞ കളറുള്ള പാടവും കാണും. എപ്പോഴാണ് പച്ച കളറുള്ള പാടം കാണുക? അതങ്ങനെ ഗോതമ്പൊക്കെ ഇങ്ങനെ പിടിച്ച് ഇല്ലേ, നെല്ലൊക്കെ ഇങ്ങനെ പിടിച്ച് പൂത്തു നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നെല്ല് ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന സമയത്താണ് നമുക്കത് പച്ച കളറുള്ള പാടമായിട്ട് കാണുക. പക്ഷെ അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഉണങ്ങും. അപ്പോഴാണ് നമ്മൾ മഞ്ഞപ്പാടമായിട്ട് കാണുക. അതുപോലെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഫതറാഹു മുസ്ഫറൻ, അതിനെ മഞ്ഞ കളറായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് എന്ത് ചെയ്യും, അത് ഹുത്താമയാവും. പിന്നെ അതൊരു വൈക്കോലായിട്ട് മാറുകയും ചെയ്യും. എങ്ങനെയോ ആ വൈക്കോലായിട്ട് ഇല്ലാതാവുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, പരലോകത്താണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുമുണ്ട്, എന്നാൽ സംതൃപ്തിയുണ്ട്, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അപ്പോൾ ഏതാണ് എന്തെന്ന് നിലനിൽക്കുന്നത്? നിങ്ങളിങ്ങനെ നമ്മളൊക്കെ ചുറ്റും ഇങ്ങനെ നോക്കി നോക്കാം. ഒരു മരം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മരമാണെന്ന് സങ്കല്പിക്കുക. എത്ര അടിപൊളി ഫ്രൂട്ട് തരുന്ന മരമാണെങ്കിൽ, അത് ആപ്പിൾ മരമാവട്ടെ, ഓറഞ്ച് ആവട്ടെ, എന്തും ആവട്ടെ, അതിങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ വിത്തിങ്ങനെ മുളച്ചു വന്നു. പിന്നീട് അത് വലുതായി, അത് പച്ച കളറുള്ള അതിമനോഹരമായ വൃക്ഷമായി. അതിങ്ങനെ മുഴുവനായിട്ട് പൂത്തു, പിന്നീട് കായ്ച്ചു, ധാരാളമായിട്ട് ആപ്പിൾ പിടിച്ചു, നമുക്കത് തരികയും ചെയ്യും. എന്നൊന്നും ഈ മരം അങ്ങനെ തന്നെ നിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കണ്ടോ? ഇല്ല. അതിൻ്റെ ഇലകൾ കുറച്ച് കഴിഞ്ഞാൽ അത് ഇല പഴുക്കും അല്ലേ, അല്ലെങ്കിൽ ഇല ഉണങ്ങും. ആ ഇലകൾ മുഴുവൻ പൊഴിയും, പുതിയ ഇലകൾ വരും. പക്ഷെ കുറേ കാലം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മരവും മെല്ലെ വയസ്സായി ആ മരവും ഉണങ്ങാൻ തുടങ്ങും. ഏത് മരമാണെങ്കിലും, എത്ര വലിയ മരമാണെങ്കിലും, നമ്മൾ ചില മരങ്ങളെക്കുറിച്ച് പറയും ഇത്ര വർഷമായിട്ട് ആ മരത്തിൻ്റെ ആയുസ് എന്ന് പറയും. പക്ഷേ എന്ന് കഴിഞ്ഞാലും എന്ത് ചെയ്യും, ആ മരവും എന്ത് ചെയ്യും, പിന്നീട് ഉണങ്ങി ഇല്ലാതാവുകയും ചെയ്യും. അത് നിലംപതിക്കും, അല്ലെങ്കിൽ അത് ഭൂമിയിലേക്ക് നിലംപൊത്തും, മരിച്ചു വീഴും. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളുടെ ജീവിതം, നമ്മളെ അള്ളാഹു ഈ ഉദാഹരണത്തിലൂടെ എന്താണ് പഠിപ്പിക്കുന്നത്? മനുഷ്യ, നിൻ്റെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നിങ്ങളിങ്ങനെ ചെറിയ കുഞ്ഞായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. പിന്നീട് നിങ്ങളിങ്ങനെ മുട്ടിലഴഞ്ഞു, പിന്നെ പിടിച്ചു നിന്നു, പിന്നെ നടക്കാൻ നോക്കി അല്ലേ. നിങ്ങളെങ്ങനെ ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്ക് വന്നു, ബാല്യത്തിൽ നിന്നും പിന്നീട് നിങ്ങൾ കൗമാരത്തിലേക്ക് വന്നു, നിങ്ങളുടെ പ്രായം. അതിനുശേഷം നിങ്ങൾ യൗവനത്തിലേക്ക് വന്നു. അതിനുശേഷം നിങ്ങൾ യൗവനം കഴിഞ്ഞ് പിന്നെ മെല്ലെ മധ്യവയസ്കയിലേക്ക് വന്നു, വാർദ്ധക്യത്തിലേക്ക് വന്നു. അതിനുശേഷം വാർദ്ധക്യത്തിന് ശേഷം, അതുകൊണ്ട് ഖുർആൻ പറയുന്നത് പിന്നീട് നിങ്ങൾ മുകളിലേക്ക് വളരുകയല്ല ചെയ്യുക. പിന്നീട് വാർദ്ധക്യത്തിന് ശേഷം എന്താണ്, പിന്നെയും വളരുകയാണ് ചെയ്യുക? അല്ല, പിന്നീട് നിങ്ങൾ ശൈശവത്തിലേക്ക് വളയുകയാണ് ചെയ്യുക. നിങ്ങളതിൻ്റെ ആ ഒരു ടൈം പീരീഡ് ഒന്ന് എടുത്തു നോക്കാം. ഒരു മനുഷ്യൻ്റെ ഒരു ലൈഫ് പീരീഡ് ഒന്ന് ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. മുട്ടിലെഴിയുന്ന കുഞ്ഞിൽ നിന്നും മെല്ലെ 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 വളർന്നവൻ പിന്നീട് ഡയപ്പറിടുന്ന ഒരു കുട്ടിയിൽ നിന്നും അവൻ മെല്ലെ 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 വളർന്ന് പിന്നീട് ഡയപ്പറിടുന്ന ഒരു സ്റ്റേജിലേക്ക് അവൻ മാറുന്നു. നന്നായി നടന്ന ഒരു മനുഷ്യൻ പിന്നീട് പിടിച്ചു നടക്കും. അതുപോലെ നിങ്ങൾ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ, വൃദ്ധനാകുന്ന അവസ്ഥയിൽ നിങ്ങൾ പിടിച്ചു നടക്കും. നിങ്ങൾക്ക് വേറൊരാൾ ഭക്ഷണം വാരി തരേണ്ടി വരും, കുഞ്ഞിനെ പോലെ. നിങ്ങൾ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കും, കാരണം നിങ്ങൾ കുഞ്ഞിനെ പോലെ ആയിട്ടുണ്ടാകും. നിങ്ങൾ എത്രമാത്രം നല്ല ശരീരത്തിൽ ബലമുള്ള ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നാലും ശരി, നിങ്ങൾ മെല്ലെ മെല്ലെ കൂനിക്കൂടാൻ തുടങ്ങും അല്ലേ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആരോഗ്യവും അത് ഉണങ്ങിയത് ഇല്ലാതായിത്തീരും. എങ്ങനെയാണോ പച്ച ഇല അത് പഴുത്ത് ഉണങ്ങി താഴെ വീഴുന്നത്, അതുപോലെ ഒരു മനുഷ്യനും എന്തെയും ഇല്ലാതായിത്തീരും. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളിങ്ങനെ എനിക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങേണ്ടവരാണ്. എല്ലാവരും റബ്ബിങ്കിലേക്ക് മടങ്ങേണ്ടവരാണ്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ശിക്ഷയും രക്ഷയും ഉള്ളത്. അവിടെയാണ് സ്വർഗവും നരകവും ഉള്ളത്.
അവിടെയാണ് റബ്ബിൻ്റെ സംതൃപ്തി ഉള്ളത്. റിദ്വാനും മിനല്ലാഹ് എന്ന് പറയുന്നുണ്ട്. ഖുർആനിലൊരായത്തുണ്ട്, റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു അവരെ തൊട്ടും അവർ അള്ളാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയും സന്തോഷവും രക്ഷയും ശിക്ഷയുമൊക്കെ കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന അതൊക്കെ ഉള്ളത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലാണ്, നാളെ പരലോകത്താണ്. ഇവിടെയുള്ളത് നിങ്ങൾ ഇനി എത്ര പറഞ്ഞാലും ശരി അല്ലെ, എനിക്ക് ഇത്ര മക്കളുണ്ട്, ഇത്ര അംവാൽ വൽ ഔലാദ് എന്ന് പറഞ്ഞാൽ സമ്പത്തും സന്താനമുണ്ട്, അതിങ്ങനെ വീണ്ടും വീണ്ടും അധികരിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് നിങ്ങൾ. നമ്മളൊന്നൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ചെറുപ്പകാലത്ത് വലിയ ഒരു ടോയ് കിട്ടിയെന്ന് വിചാരിക്കുക. അത് വാങ്ങിത്തരാൻ വേണ്ടി നമ്മളിങ്ങനെ പാരൻസിനോട് കുറേ പറയും, ഒരുപാട് ശാഠ്യം പിടിക്കും. ഒടുവിൽ അത് വാങ്ങിത്തരുന്നതോടുകൂടി നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സന്തോഷവാനാണ്, ഇപ്പോൾ സന്തോഷവതിയാണ്, ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മളൊരിക്കും ഇനി വേറൊരു ടോയും എനിക്ക് വേണ്ട, എനിക്കിത് തന്നെ മതി. ഈ ഒരു സന്തോഷം എത്ര നാളാണ് നമുക്ക് ഉണ്ടാവുക? കുറച്ച് നാൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പഴയതാകും. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് പഴയതായി, വേറൊന്ന് കിട്ടണമായിരുന്നു അല്ലേ. നമ്മുടെ ഒരു കുപ്പായം, ഡ്രസ്സ്, അല്ലെങ്കിൽ ഒരു ടോയ്, അല്ലെങ്കിൽ ഒരു വീട്, കാറ് ഒക്കെ ഇങ്ങനെയാണ്. എല്ലാം പഴയതാകുമ്പോൾ, അത് ഉണങ്ങിപ്പോകുമ്പോൾ, ഇല്ലാതായി തീരുമ്പോൾ, അതിനോടുള്ള ഇഷ്ടം കുറയുമ്പോൾ വേറൊന്ന് വേണമെന്ന് നമ്മൾക്ക് തോന്നും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എല്ലാം അങ്ങനെയാണ്, ഈ ഇഹലോകത്തിലുള്ളതൊക്കെയും അങ്ങനെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുക, എന്നെന്നും നിലനിൽക്കുന്നതായി തീരുക തൃപ്തിയും, അള്ളാഹുവിൻ്റെ തൃപ്തിയും. അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ട് അവിടെ സ്വർഗത്തിൽ, നരകത്തിൽ, നാളെ റബ്ബിൻ്റെ അടുക്കൽ ഫിൽ ആഖിറത്ത് എന്നാണ്. പരലോകത്ത് തൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്, ശിക്ഷയുണ്ട്, അസാബുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് വേണമെന്ന് വിചാരിച്ച് അതിനു വേണ്ടി നിങ്ങൾ മത്സരിക്കുക. അതുകൊണ്ടാണ് ഖുർആനിൻ്റെ ആയത്ത് സാബിക്കു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിനും സ്വർഗത്തിനും വേണ്ടി നിങ്ങൾ മത്സരിച്ച് മുന്നേറുക. നിങ്ങൾ ഈ ഇഹലോകത്തിന് വേണ്ടി, അതിൻ്റെ സുഖം സന്തോഷത്തിന് വേണ്ടി മത്സരിച്ച് മുന്നേറുന്നവൻ യഥാർത്ഥത്തിൽ വിഡ്ഢിയാണ് എന്നതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങനെ ചുറ്റുപാടും നോക്കിയാൽ ഒന്നും എന്തെന്നില്ല ഈ ഭൂമിയിൽ എന്നേക്കുമായിട്ട് നിലനിൽക്കുന്നില്ല. നമ്മൾ അതിമനോഹരമെന്ന് വിചാരിക്കുന്ന ബിൽഡിംഗ് ആണെങ്കിലും ഒരു സമയത്ത് അതിങ്ങനെ ഇല്ലാതാകും, പഴയതാകും, ദ്രവിച്ചു പോകും. അതിമനോഹരമെന്ന് വിചാരിക്കുന്ന പാലം അല്ലെ, അതിമനോഹരമായൊരു ബ്രിഡ്ജ്, സ്വാഭാവികമായിട്ടും അതും അതിൻ്റെ തൂണുകൾ ക്ഷയിക്കും, പഴയതാകും, ഇല്ലാതായിത്തീരും. നമ്മുടെ മനുഷ്യൻ്റെ ജീവിതം, മൃഗങ്ങളുടെ ജീവിതം ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, എന്നെന്നുമായിട്ട് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഈ ഇഹലോകത്തിന് വേണ്ടി നിങ്ങളിങ്ങനെ മത്സരിച്ച് മുന്നേറരുത്, മറിച്ച് പരലോകത്തിന് വേണ്ടി എന്ത് ചെയ്യുക, പണിയെടുക്കുക. അതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ അതിനു വേണ്ടിയിട്ടാണ് പണിയെടുക്കുക എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ലൈഫ് പീരീഡ്, നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം വളരെ പുതിയതെന്ന് നമ്മൾ ഒരു സമയത്ത് കരുതിയിരുന്നത് അത് മെല്ലെ പഴയതാകുന്നതും ഇല്ലാതാകുന്നതും ഒക്കെയും അതിലൊക്കെ നിങ്ങൾക്ക് പാഠമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വയലിലേക്കും മരത്തിലേക്കും കൃഷിയിലേക്കൊക്കെ നോക്കുക. ഒരു സമയത്ത് ഇങ്ങനെ പൂത്ത് കായ്ച്ചു നിൽക്കും, ഫലം തരും. പക്ഷെ പിന്നീട് അതിനും എന്ത് ചെയ്യും, അതും വൃദ്ധരാകും, അതും മണ്ണിലേക്ക് അലിഞ്ഞു തീരും, അതും മരണമടയും നിങ്ങളെപ്പോലെ എന്നാണ് റബ്ബ് പറഞ്ഞു വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിമനോഹരമായൊരു ഉദാഹരണമാണിത്. നമ്മളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ നിസാരതയും കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമാണിത്. അങ്ങനെ ചിന്തിക്കുവാൻ, അതിലൂടെ പാഠം ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്, സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഇൻഷാ അല്ലാഹ് വേറൊരു ക്ലാസ്സിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.